ശ്രീ വേണുജി നായർ, അങ്ങ് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് അങ്ങ് തന്നെ പറഞ്ഞു, ഈ നമ്മുടെ പ്രകൃതിയുടെ ദുരന്തങ്ങൾ, പ്രകൃതിയുടെ ക്ഷോഭമൊക്കെ തന്നെ നിയന്ത്രണത്തിനപ്പുറമായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഇത്തരമൊരു പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ദുരിതമുണ്ടാകുന്നതിൽ നിന്ന് സാധാരണക്കാരെ, സാങ്കേതികമായി ഈ പരിജ്ഞാനമൊന്നുമില്ലാത്ത സാധാരണക്കാരെ എങ്ങനെ നമുക്ക് അറിയിക്കാം ഇക്കാര്യം? രഞ്ജിത്ത്, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ദുരന്ത നിവാരണ വോളണ്ടിയേഴ്സ് ആയിട്ട് ഓരോ സിറ്റിസൺസും മാറണം. നിരീക്ഷണം അവരുടെ വളരെ കൃത്യമായിട്ട് ഓരോ ആളുകളിലേക്കും എത്തണം. നേരത്തെ ഉള്ള സ്പീക്കർ പറഞ്ഞ പോലെ ഓരോ ദേശത്തും ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന ഭാഗത്തെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന അവിടെ താമസിക്കുന്നവർക്കും അവിടുത്തെ പഞ്ചായത്തിനുമാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ഒരു ദുരന്ത നിവാരണത്തെ കോർഡിനേറ്റ് ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് ആൾ. അല്ലാതെ കളക്ടറോ അതിന് മുകളിലേക്കുള്ള റവന്യൂ അല്ല, അവർ കോർഡിനേറ്റ് ചെയ്തോളും. പക്ഷേ പഞ്ചായത്തിനെ അതിനെ ശക്തമാക്കണം. അവർക്കൊരു കോർപ്പസ് ഫണ്ട് കൊടുക്കണം, ഒരു റിലീഫ് ഫണ്ട് കൊടുക്കണം, റെയിൻ ഷെൽട്ടേഴ്സ് ഉണ്ടാക്കണം. മറ്റ് ഈസ്റ്റേൺ റീജിയനിലൊക്കെ, ഒഡീസ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് അവർക്കുണ്ട്, സൈക്ലോൺ ഷെൽട്ടേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ എല്ലാ പഞ്ചായത്തുകളിലും റെയിൻ ഷെൽട്ടേഴ്സ് കൊടുക്കണം. എവിടെയാണ് ഉയർന്ന പ്രദേശങ്ങളെന്ന് കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് പഞ്ചായത്തുകളിൽ ഒട്ടിക്കണം. കുട്ടികളെ സ്കൂളുകളിലുമൊക്കെ ബോധവൽക്കരണം നടത്തണം. എനിക്കറിയാം, ജപ്പാനിലൊക്കെ ആ കുട്ടികൾ എപ്പോഴും ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെയൊക്കെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഫോൺ പോലും ചെയ്യില്ല. അവർക്ക് കൃത്യമായി അറിയാം എവിടെ മാറി നിൽക്കണമെന്ന് അവരെ നേരത്തെ തന്നെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ഹൗസിംഗ് പദ്ധതികൾ, നമ്മുടെ കോസ്റ്റൽ റീജിയനിൽ, എസ്പെഷ്യലി കോസ്റ്റൽ റീജിയനിൽ ഇനി ഒരിക്കലും നമുക്ക് സർഫസിൽ വീട് വെക്കാൻ പറ്റില്ല. ഈവൻ ഇടനാടുകളിൽ പോലും സാധിക്കില്ല. ഇനി പില്ലറുകളിൽ തന്നെ പണിയണം. ഇനി നമ്മൾ കാശ് മുടക്കുന്നുണ്ടെങ്കിൽ അത് 4-5 ലക്ഷം രൂപ കൂടുതൽ മുടക്കിയാലും കുഴപ്പമില്ല. പില്ലറിൽ പണിതാൽ നമുക്ക് കൊളാറ്ററൽ ഡാമേജ് ഇല്ലാതെ പറ്റും. വെള്ളം വരും, നമ്മൾ മാറി നിൽക്കണം, അത് വേറെ കാര്യം. വ്യക്തമാണ് സാർ. ശ്രീ സതീഷ് സാർ, അവസാനത്തെ ഒരു മിനിറ്റ് കൊണ്ട് ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് സ്വയം രക്ഷ എങ്ങനെ സാധ്യമാക്കും, എങ്ങനെ സ്വയം രക്ഷപ്പെടാമെന്നുള്ളത് മാത്രം വളരെ ചെറിയ സമയം കൊണ്ട്. സർ, 12 മണിക്കൂറിനുള്ളിൽ 10,000 പേരെ മാറ്റി പാർപ്പിച്ച ഒരു ദുരന്തം ഉണ്ടാകുന്നതിനോ 10,000-ത്തിലേറെ ആൾക്കാരെ 12 മണിക്കൂറിനുള്ളിൽ മാറ്റി പാർപ്പിച്ച സംസ്ഥാനമാണ് ഒറീസ. അവിടെ 100% സാക്ഷരതയൊന്നുമില്ല. അതുപോലെ ആൾക്കാരെ ബോധവൽക്കരണം നടത്തി ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ 2-3 മണിക്കൂറിനുള്ളിൽ അവർ സ്വയം പ്രതിരോധിക്കാൻ ആ ദുരന്തത്തെ പ്രതിരോധിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്ന രീതിയിലേക്ക് ജനങ്ങളെ മാറ്റിക്കൊണ്ടുവരണം. ഇവിടെ റിലീഫ് ഷെഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ. എന്തെങ്കിലും ദുരന്തമുണ്ടാകുമ്പോൾ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ളതാണ് റിലീഫ് ഷെഡ്സ്. നമ്മളിവിടെ പാർപ്പിക്കുന്ന എവിടെയാണ്? സ്കൂൾ കെട്ടിടത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമാണ്. ദുരന്ത മേഖലയിൽ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച ആഹാരം, അവർക്ക് വേണ്ടുന്ന മരുന്ന്, അവർക്ക് കിടക്കാനുള്ള സാമഗ്രികൾ, ഇതെല്ലാം സജ്ജീകരിച്ച റിലീഫ് ഷെഡ് ഉണ്ടാവണം. ഈ റിലീഫ് ഷെഡ് ഉണ്ടായാൽ ആൾക്കാർ സ്വയമേവ ഈ ഷെഡിൽ പൊക്കോളും. ഒരു പ്രശ്നവുമില്ല. അവിടെ പോയാൽ എനിക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല, എനിക്ക് വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല, എനിക്ക് മരുന്നിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. അവിടെ വെളിച്ചമുണ്ട്, എല്ലാ കാര്യങ്ങളും. ഞാൻ വീട്ടിലിരിക്കുന്നത് പോലെ തന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയും. ഇത് സാധ്യമാക്കാൻ നമുക്ക് സാധിക്കും. വ്യക്തമാണ് സാർ, വ്യക്തമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ സ്വയം സുരക്ഷിതരായിരിക്കുക. നിങ്ങളുടെ ജീവന് നിങ്ങൾ മാത്രമേ ഗ്യാരണ്ടിയുള്ളൂ. നിങ്ങളുടെയും നിങ്ങളുടെ ഉറ്റവരുടെയും ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇത്തരം ദുരന്തങ്ങളുടെ മുന്നറിയിപ്പുകൾക്ക് കാത്തിരിക്കാതെ, ഇത്തരം പ്രതിസന്ധികളുടെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ അടുത്തുള്ള അംഗൻവാടിയിലേക്കോ സ്കൂൾ കെട്ടിടത്തിലേക്കോ കിട്ടിയതും പെറുക്കിയെടുത്തോടുക. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തികളാകും. ഒരിക്കലും സർക്കാർ സംവിധാനങ്ങളെ കാത്തു നിൽക്കരുത് എന്നൊരു പാഠമാണ് ഇവിടെ നൽകുന്നത്.